പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയാൻ കുറച്ച് പേർക്കെങ്കിലും ഞാൻ നല്ലവനല്ല എന്ന് നിങ്ങൾക്കറിയാം. അതായത് ആത്മീയം പറഞ്ഞ് മനുഷ്യവിദ്യയാക്കുന്നവനെ ഞാൻ നേരെ വിടത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാരണം ഓർത്തഡോക്സ് സഭയാണ്, യാക്കോബ സഭയാണെങ്കിലും കത്തോലിക്ക സഭയാണെങ്കിലും പെന്തിക്കോസ്താണെങ്കിലും ഞാൻ പറയേണ്ടത് വിളിച്ചു പറയും. എൻ്റെ മെസ്സഞ്ചറിൽ രാജൻ മത്തായി പത്തനംതിട്ട എന്ന ഒരു വ്യക്തി, അദ്ദേഹം മസ്കറ്റ് ഒമാനിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം നിരന്തരം വേദവാക്യങ്ങൾ, ബൈബിളിൻ്റെ ഓരോ വാക്കുകൾ കുറേയേറെ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, വളരെ നല്ലത്, എനിക്ക് ബൈബിളെടുത്ത് നോക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും നോക്കണമെങ്കിൽ ഇതിനകത്ത് നോക്കിയാൽ മതിയല്ലോ. എന്നാൽ അദ്ദേഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അതായത് അദ്ദേഹം കാനാവിലെ കല്യാണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി, അത് അതിന് ബൈബിളിലുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഈ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് നിങ്ങൾ എഴുതിയല്ലോ, അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന്. അവിടുന്ന് പ്രശ്നമുണ്ടായി. അദ്ദേഹം അതിന് പകരം വേറെ ഓരോകൾ ഭാര്യയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ പെന്തിക്കോസ്ത് സഭയിൽ നിന്നുള്ളതാണോ? മക്കളെ, നിങ്ങളൊരു ബൈബിൾ വാക്യം എടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി മനുഷ്യർക്ക് മനസ്സിലാകത്തിക്കണം പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നീയൊക്കെ മറ്റേ ഉപദേശിയല്ലേ, മറ്റേ പ്രവാചകനെന്നും പറഞ്ഞ് വരരുത് എൻ്റെ അടുത്ത്. അവൻ എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാതെ എൻ്റെ മെസ്സഞ്ചറിൽ നിന്ന് ഔട്ടായിപ്പോയി. അവൻ തനിയെ വിഡ്രോ ചെയ്തു പോയി. ഇതാണ് ഇന്നത്തെ ലോകത്തെ പ്രവാചകന്മാർ. ബൈബിളിലെ വാചകങ്ങളെടുത്തെഴുതും, അവൻ്റെ പ്രവൃത്തി മറ്റെടുത്താ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അവനോട് ചോദിച്ചപ്പോൾ അവൻ വിട്ടേച്ചു ഓടി. ഇതാണ് ഇന്നത്തെ ലോകത്തെ പ്രവാചകന്മാർ. അന്ത്യകാലം എല്ലാം നശിച്ചു പോകാനായിട്ട് യുവന്മാർ മുഖാന്തരം പാപം പിടിച്ച വിശ്വാസികൾ അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയാണെങ്കിലും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ 2 ദിവസത്തിന് മുമ്പേ ദേവാലയത്തിൽ രാവിലെ ചെന്നു. അപ്പോൾ എനിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ സൗകര്യം കിട്ടിയില്ല. ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ദേവാലയത്തിനകത്ത് 10-30 പെണ്ണുങ്ങളുണ്ട്. അശ്വൻവികാരി യേശുവിൻ്റെ വംശാവലിയിലെ സ്ത്രീകളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക. അതായത് രൂത്ത് തൊട്ട്, എന്താ രൂത്തിനെ കുറിച്ച് ബൈബിളിൽ പ്രത്യേക ഒരു അധ്യായം തന്നെ ഇല്ലയോ? ഇതൊന്നും അറിയാത്തവരാണ് ഈ പെണ്ണുങ്ങളെ. ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് സഭ പെണ്ണുങ്ങളെ കയ്യിലെടുത്തിരിക്കുക, പുരോഹിതവർഗം. അവരെ കയ്യിലെടുത്തെങ്കിലേ കുടുംബം നശിക്കാനായിട്ട് കുടുംബകലഹം ഒക്കത്തുള്ളൂ. അന്ത്യകാലത്ത് ഇതൊക്കെ നടക്കും. ഞാൻ പറഞ്ഞ പുത്തക്കാപ്പള്ളിയിലെ കാര്യം പറഞ്ഞേ, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതവർഗം മുഴുവൻ പെണ്ണുങ്ങളെ കഴിഞ്ഞ കുറേ കാലം മുമ്പ് വലിയ മീറ്റിംഗ് നടന്നു. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞതാ, ഞാൻ ഹിന്ദുസ്ഥാനം വരെ വഹിക്കാൻ കഴിവുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. നിങ്ങൾ ബൈബിൾ ആദ്യം വായിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ച് കേൾക്കണം. ഇന്ന് പുരോഹിത വർഗം, ഞാൻ ചോദിച്ചോട്ടെ, ഓർത്തഡോക്സ് സഭയിൽ ആണുങ്ങളില്ലയോ? ഉണ്ട്. എല്ലാ ഹിജറകളാണ്. അവരുടെ ഭാര്യമാരെ അഴിച്ചു വിട്ടേച്ച് പുരോഹിതന്മാർ അവരെ നയിക്കുക, അവർക്ക് ഗുണദോഷം കൊടുക്കുക. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിൻ്റെ വംശാവലിയിലുള്ള സ്ത്രീകളെക്കുറിച്ച് മാത്രം പറയാൻ എന്തോ ഇരിക്കുന്നു. അപ്പോൾ അവരുടെ മാഹാത്മ്യം
എന്താണെന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ഇത് തന്നെ അത് ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിൽ വന്നാൽ അവർ പറയും, ഞാനും ദൈവത്തിൻ്റെ യേശുവിൻ്റെ വംശാവലിയിലുള്ളതാണ്. ഭർത്താവ് അവിടെ അടങ്ങിയിരിക്കുകയുള്ളൂ. പിള്ളേരെവിടെ പോകുന്നു നോക്കേണ്ട കാര്യമില്ല. എല്ലാം തൻ്റെ കീഴായി മറിച്ച് നടക്കുന്ന ഈ തോന്നിവാസ പുരോഹിത വർഗം, ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. പള്ളിയിൽ നശീകരണം, അത് പ്രത്യേകിച്ച് നശീകരണത്തിന് പുതിയ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ഒരു 3-6 വർഷം മുമ്പ് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഇപ്പോഴത് മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുക. പെണ്ണുങ്ങൾക്ക് പ്രത്യേക ക്ലാസ്, ബൈബിൾ ക്ലാസ്. എന്താ പോരായോ? ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോ ആണുങ്ങൾക്ക് ക്ലാസ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഈ നടത്തിയ ആക്ഷൻ വികാരിയോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഇടവകയിൽ 10-16 പ്രാർത്ഥനായോഗമുണ്ട്, അത് കൂടുതലുണ്ട്. ഈ ആണുങ്ങളുടെ പ്രാർത്ഥനായോഗത്തിന് ഒരു ഗ്രൂപ്പിലെങ്കിലും വിളിച്ച് നിങ്ങൾ ഈ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. നീയൊക്കെ, ഞാൻ പറഞ്ഞു, അന്ന് പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നെങ്കിൽ ഇന്ന് പുരോഹിത വർഗമായിട്ട് മാറിയിരിക്കുകയാണ് പിശാച്. അവർ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു. അന്ത്യകാലം അനുഭവിക്കാനുള്ളവർ അനുഭവിച്ചു. നിങ്ങൾ പോയിരുന്ന് അവിടെ കേട്ടിരുന്ന് വെച്ച്, ഞാൻ ചോദിക്കുന്ന പെണ്ണുങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബൈബിൾ എടുത്ത് നോക്കാൻ വയ്യായോ? ഈ ബൈബിളിലില്ലാത്ത കാര്യമാണോ ഈ പട്ടി പറയുന്നത്? ഞാൻ ചോദിക്കുക, ഇവൻ പറഞ്ഞു തരുന്നത് ബൈബിളില്ലാത്ത കാര്യമാണോ? നിങ്ങൾ വായും പൊളിച്ച് അവൻ്റെ മുഖത്ത് നോക്കി. ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധയില്ല. അവിടെ വിളക്കിനകത്ത് എണ്ണയുണ്ട്, തിരിയുണ്ട്, തിരിയിൽ തീയില്ല. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുരോഹിത വർഗമേ, നീയൊക്കെ നശിപ്പിക്കാനായിട്ട് വിശ്വാസികളെ പാപക്കുഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുക. എല്ലാവിധ വിധത്തിലും നിങ്ങൾ വിശ്വാസികളെ പാപക്കുഴിയിലിട്ടുകൊണ്ടിരിക്കുക. വിഗ്രഹാരാധന, കോടിമരത്തിൻ്റെ ഓട്ടി കൂടിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. ഇടവക ദിനം വന്നാൽ ആഘോഷങ്ങൾ. ഇന്ന് 1-2 പെരുന്നാളുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 10-15 പെരുന്നാൾ. റാസ നെടുക നടന്ന് ഇതാരെ കാണിക്കാനാ? എൻ്റെ ഈ റാസയുടെ ഉദ്ദേശം എന്തുവാ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ ഈ കേരളത്തിലെ? മറ്റുള്ള ജാതിക്കാരുടെയോ? നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ മൈക്കോ എവിടെ വേണേ കേൾക്കത്തിന് വെച്ചോ. സാധാരണ കുർബാന നടക്കുന്ന സമയത്തും ഈ 3-4 കിലോമീറ്റർ കേൾക്കത്തുകൊണ്ട് മൈക്ക് സ്പീക്കർ വെച്ച് ചൊല്ലേണ്ട കാര്യം എന്താ? മറ്റുള്ള ജാതിക്കാരെ ശല്യപ്പെടുത്താനല്ലയോ? അല്ല. സാധാരണയായി അസുഖം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ സമാധാനത്തോട് കിടക്കുമ്പോൾ ഈ മൈക്കിലെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ വേദന എന്തുമാത്രം എന്നുള്ളത് നിനക്കറിയാമോ? നീയൊക്കെ നിൻ്റെയൊക്കെ അവസാനത്തെ ഈ പ്രയോഗം പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ നടന്നോളി. ഒരുത്തം ഇവിടുന്ന് പോയി, അവൻ ഒന്ന് നശിപ്പിക്കാവുന്നത് നശിപ്പിച്ചു. കാതോലിക്കാൻ ചിലപ്പോൾ കവർ പോലും അതിനകത്തെ പൈസ പുഴക്ക് പോലും പുറത്ത് പറഞ്ഞ് കുറച്ച് എങ്ങനെ പോയി ഇന്നും അന്വേഷിച്ചില്ല. ഇവരെല്ലാം കൂടെ കട്ടുപൂട്ടിച്ചതാ. ഇനിയും
നിങ്ങൾക്ക് ചോണ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരൊക്കെയാ അവരെ ഞാൻ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് പറയിപ്പിക്കുക എവിടെ പോയി പൈസ എന്ന്. നിങ്ങൾ പുരോഹിതവർഗം വിശ്വാസികളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ.